നമസ്കാരം സുഹൃത്തുക്കളെ. Sir, how do you see the raid in Kerala? That Pinarayi Vijayan has said that Rahul Gandhi is also very happy and satisfied with this raid. How do you see this? How do you counter this? Want to say something, sir? അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, all this will ask off record. Sir, would you like to speak about the meeting? That meeting today. എന്തൊക്കെയായിരുന്നു അല്ലേ ജൻസികളുടെ പൂക്കി മുഖ്യമന്ത്രി, ചിരിക്കുന്ന മുഖ്യമന്ത്രി, എത്ര മാധ്യമപ്രവർത്തകർ വന്നാലും അവരെത്ര ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയുന്ന മുഖ്യമന്ത്രി, ഊർജ്ജസ്വലതയുള്ള മുഖ്യമന്ത്രി. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് എന്തൊക്കെ വാഴ്ത്തുപാട്ടുകളായിരുന്നു. ഏതാണ്ട് ഒരു മുഴം നീളമുള്ള നാക്കുണ്ടായിരുന്ന വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഒരൊറ്റ ദിവസം കൊണ്ട് ഊമയായിപ്പോയി. വെറും ഒരൊറ്റ ദിവസം കൊണ്ട്. എന്താ സംഗതി? പിണറായി വിജയൻ്റെ കുടുംബത്ത് ED കയറി റെയ്ഡ് നടത്തി. ആ വിവരം വി ഡി സതീശൻ്റെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പോലും അറിഞ്ഞിട്ടില്ല, വി ഡി സതീശനും അറിഞ്ഞിട്ടില്ല. ഇവരോടൊന്നും പറയാതെയാണ് അത്രേ റെയ്ഡ് നടത്തിയത്. ശരി, എങ്കിൽ ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ എൻ്റെ അറിവില്ലാതെയാണ് എന്നെങ്കിലും ഒരു മറുപടി പറഞ്ഞുകൂടെ? പകരം അദ്ദേഹം ചെയ്തത് എന്താണ്? പപ്പു ഇല്ലേ, നമ്മുടെ മണിച്ചിത്രത്താഴിലെ പപ്പു, അദ്ദേഹത്തിൻ്റെ റോൾ അങ്ങ് അഭിനയിക്കുകയാണ് ഇങ്ങനെയൊക്കെ വെച്ചോട്ട്. അതായത് ചോദ്യം ചോദിക്കുന്ന മാപ്രകളെ വെറും ഊശിയാക്കിക്കൊണ്ടുള്ള ഒരു അഭ്യാസമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഊശിയാവുന്നത് ആരാണ്? വി ഡി സതീശനാണ്. കഴിഞ്ഞ ദിവസം വരെ വലിയ വാചാലനായിട്ട് വാചകം അടിച്ചുകൊണ്ടിരുന്ന വി ഡി സതീശൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഊമയായി പോയി എങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ള കോടിക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ED അന്വേഷിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി എന്ന വീണ വിജയൻ്റെ ഈ പണമിടപാടിനെ പറ്റിയാണല്ലോ. സ്വാഭാവികമായിട്ടും അത് പിണറായി വിജയനുള്ള കൈക്കൂലിയാണോ എന്ന തരത്തിലും ഇത് അന്വേഷണം പോയേക്കാം. അപ്പോൾ പാർട്ടിയും പ്രതിരോധത്തിലാവും. അതുകൊണ്ടാണല്ലോ അവർ കൈമെയ് മറന്ന് EDയെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിന്നത്. അത്ര വിഡിത്തരമാണ് എന്ന് ബോധ്യമുണ്ടായിട്ട് കൂടി ഇപ്പോൾ കുറേ എണ്ണത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യം കോഞ്ഞാട്ടയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പ്രതിപക്ഷക്കാരാണ്. വലിയ ഭൂരിപക്ഷത്തിൽ 102 MLA-മാരുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടാനില്ല. യെസ് എന്നോ നോ എന്നോ പോലും അദ്ദേഹം മിണ്ടുന്നില്ല. അദ്ദേഹം പകരം പപ്പു കളിക്കുകയാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട്. എന്തൊരു ഗതികേടാണ് നോക്കുക. സാധാരണ ഭരണമാറ്റം ഉണ്ടായി പുതിയൊരു മുഖ്യമന്ത്രി വന്ന് ഒരു 5-6 മാസം അവർക്ക് ഹണിമൂൺ പീരീഡ് പോലെ അങ്ങ് കൊടുക്കും. കാര്യം ആ സമയത്തൊന്നും പറയത്തൊന്നുമില്ല. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നാലും അവർ കയറിയതല്ലേ ഉള്ളൂ, അവരൊന്ന് ഭരിച്ചോട്ടെ, ഇരുന്നോട്ടെ, അതിനുശേഷം നമുക്ക് വിമർശിക്കാം എന്നൊക്കെ പറയും. പക്ഷേ വി ഡി സതീശൻ്റെ കാര്യത്തിൽ 6 മാസം ഒന്നും കിട്ടില്ല കേട്ടോ. 6 ആഴ്ച കൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ ബഹിരാകാശത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10-15 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളെയും ജനങ്ങളെയും അടക്കം വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂക്കി മുഖ്യമന്ത്രിയായിരുന്നു, വാചാലനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു, ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനെ ചിരിച്ച രീതിയിൽ കണ്ടിട്ടില്ല. പകരം ചിരിക്കുന്ന വളരെ സന്തോഷവാനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടി, മറ്റെന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് അണ്ണാക്കിൽ പിരിവെട്ടി പോലെ ആയിരിക്കുകയാണ്. കാരണം ഈ സംസ്ഥാനത്ത് വളരെ ദേശീയ ശ്രദ്ധ നേടിയ ഒരു സംഭവം ഇപ്പോഴും ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമായി അവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, EDയെ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിലാണ് അവർ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും കേരളത്തിന് വളരെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്നിട്ട് പോലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നിടത്താണ് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ആ മനുഷ്യൻ ഒരു വൻ പരാജയമാവുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൊക്കി അങ്ങ് എവറസ്റ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ച വി ഡി സതീശൻ എന്ന പൂക്കിയ മുഖ്യമന്ത്രി മൂക്കും കുത്തി താഴെ വീണ് കിടക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടത്.